പാലക്കാട് നഗരസഭയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയില്ല. ഞങ്ങൾ 24 സീറ്റ് 2015 നേടി, 2020 28 സീറ്റ് നേടി. ഇത്തവണ ആ 28 ഞങ്ങൾ കൂടുതൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് വർദ്ധിപ്പിക്കും. വളരെ മൃഗീയമായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിലായിരിക്കും ഇത്തവണ പാലക്കാട് നഗരസഭ BJP ഭരിക്കുക. അല്ല, BJPയെ സംബന്ധിച്ചോളം ചെയർമാനെയോ മുഖ്യമന്ത്രിയോ ഒന്നും ഉയർത്തിക്കാട്ടാറില്ല. BJP തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ സംഘടനാ സംവിധാനത്തിൽ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം അനുസരിച്ചിട്ട് ആ സമയത്ത് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആളെ, നഗരസഭാ ഭരണം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കും. അതാണ് ഞങ്ങളുടെ സിസ്റ്റം. ഞാൻ പാർട്ടിയുടെ എൻ്റെ വ്യക്തിപരമായിട്ട് സംസ്ഥാന അധ്യക്ഷനോടും ജില്ലാ അധ്യക്ഷനോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2015 തന്നെ എൻ്റെ അന്ന് BJP പാലക്കാട് ആദ്യമായിട്ട് ഭരണത്തിലെത്തിക്കുക എന്നായിരുന്നു. ആ ലക്ഷ്യം ഞാൻ നേടി. അത് പാർട്ടിക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മത്സര രംഗത്തില്ല എന്നുള്ളത് സംസ്ഥാന അധ്യക്ഷനെയും ജില്ലാ അധ്യക്ഷനെയും അറിയിച്ചിട്ടുണ്ട്. ഇല്ല, ഞാനത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഒരുപാട് പുതിയ തലമുറ പാലക്കാട് നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ഒരുപാട് പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളും നഗരസഭാ കൗൺസിലർമാരായിട്ടുള്ളവരെല്ലാം ഉണ്ട് BJPയിൽ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള ആശങ്കയില്ല. ലീഡർഷിപ്പിൻ്റെ പ്രശ്നമേ BJPക്കില്ല. അതുകൊണ്ട് പാലക്കാട് ജില്ലയിലെ നിരവധി പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ നഗരസഭകളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലൊക്കെ ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒറ്റ പക്ഷേ ഉള്ളൂ, ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള BJPയുടെ പക്ഷം. അത് മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയല്ലേ. ഞങ്ങളാരും ഒരു പക്ഷത്തുമില്ല. ഞങ്ങൾ കേന്ദ്ര JP നദ്ദ നേതൃത്വം നൽകുന്ന, കേരളത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നേതൃത്വം നൽകുന്ന, പാലക്കാട് ശ്രീ പ്രശാന്ത് ശിവൻ്റെ നേതൃത്വത്തിലുള്ള ഒറ്റ പക്ഷേ ഉള്ളൂ. അത് ഒരു വിഭാഗം ആരോപിക്കില്ല, മാധ്യമങ്ങൾ ആരോപിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഉള്ളിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. എല്ലാ തെരഞ്ഞെടുപ്പും, നഗരസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ കഴിഞ്ഞ തവണയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. ഞങ്ങൾ 24-ന് 28 വർദ്ധിപ്പിച്ചു. ഇത്തവണ നിങ്ങൾ ഒന്നുകൂടി ശക്തമായിട്ട് പറയണം BJPയിൽ വിഭാഗീയതാണ്. ഞങ്ങൾ 28-ന് അത് 35 ആക്കും തവണ. അല്ല, നിലവിലെ നഗരസഭ ചെയർപേഴ്സൺ ഒന്നും മത്സര രംഗത്തേക്ക് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ കാരണം തന്നെയല്ലേ? അത് പാർട്ടി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനിക്കുന്നേ ഉള്ളൂ. പാർട്ടിയിൽ വ്യക്തിപരമായിട്ട് മത്സരിക്കണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കാനുള്ളതുണ്ട്. ബാക്കി ആര് മത്സരിക്കണം എന്നുള്ള അന്തിമമായിട്ട് തീരുമാനിക്കുക പാർട്ടിയാണ്. ചില ആളുകൾക്ക് മത്സരിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്തവണ മത്സര രംഗത്തില്ല എന്നുള്ളത് നേരത്തെ സംസ്ഥാന അധ്യക്ഷനെ അറിയിച്ചിട്ടുണ്ട്, ജില്ലാ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ നിലപാട്, വ്യക്തിപരമായിട്ടുള്ള നിലപാട്. ഇനി പാർട്ടിയാണ് അതിൽ അന്തിമമായിട്ട് തീരുമാനം എടുക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചോളം പാലക്കാട് നഗരസഭയിലെ ഭൂരിപക്ഷം സീറ്റുകൾ ഞങ്ങൾക്ക് ആരെ നിർത്തിയാലും വിജയിപ്പിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. അതുകൊണ്ട് ഏറ്റവും കഴിവുറ്റ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ കണ്ടെത്തും, അവരെ നിർത്തും. നഗരസഭാ ഭരണത്തിന് മുതൽക്കൂട്ടാവുന്ന ആളുകളെ കണ്ടെത്തി അവരെ ഞങ്ങൾ മത്സരിപ്പിക്കും.